ഈ നൂറക്ക് കുതിര ഓടിക്കാൻ അറിയില്ല. ഇന്ന് നമ്മളിത് പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാണ്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ കുതിര എങ്ങനെ സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റൂട്ടോ. അപ്പൊ നിങ്ങളൊന്ന് കണ്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുതിര ഓടിക്കാൻ ആദ്യം തന്നെ ചെയ്യേണ്ടത്, കുതിര എവിടെയെങ്കിലും നിൽക്കായിരിക്കും, അല്ലെങ്കിൽ കയറുകളൊക്കെ കെട്ടിയിട്ടൊക്കെ. അപ്പൊ ആ സമയത്ത് വന്നിട്ട് കുതിരയുടെ ബിറ്റാണ് ഇതിങ്ങനെ വായിക്കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ചെവിയുടെ ഈ ഒരു മുയൽ ഭാഗത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ ബിറ്റ് കൺട്രോൾഡായി. ഇതിട്ടാൽ മാത്രമാണ് കുതിര കൺട്രോൾഡ് ആവുക. അതിനുശേഷം നമ്മളിതിന് ബെഡ് വിരിക്കണം. ഈ കാണുന്ന ബെഡ് വിരിച്ചിട്ട് അതിന്റെ മേളിൽ സീറ്റ് ഇടാം. സീറ്റ് ഇട്ട് നല്ല ടൈറ്റ് ആക്കുക. ഇത് കണ്ട ബെൽറ്റ് ഇട്ട് നല്ല നമ്മള് പാൻറ്റിനൊക്കെ ബെൽറ്റ് ഇടും പോലെ നല്ല ടൈറ്റായിട്ട് നല്ല മുറുക്കി വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് ഓടിക്കഴിയുമ്പോ കുതിരയുടെ ഏറ് പോകുമ്പോ ഗ്യാസൊക്കെ പോയി കഴിയുമ്പോൾ വീണ്ടും സീറ്റ് ലൂസാവും. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ടൈറ്റ് ചെയ്യണം. നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. സിമ്പിളാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഈ കുതിരയെ ഓടിക്കാൻ പറ്റും. അങ്ങനെ ശല്യക്കാരനായ കുതിരയൊന്നും അല്ല. ഇവിടെ ചവിട്ടിയാണ് കയറേണ്ടത് കേട്ടോ. കുതിരയുടെ ചവിട്ടിക്കോ, അത് കയറിക്കോ. അപ്പുറത്തെ കാലൂട്ടേ പിടിച്ചോ, കുതിരേനെ പിടിച്ചോ. ഞാൻ പിടിച്ചിട്ടില്ല. അപ്പുറത്തെ കാലിട്ട് കൊടുത്തേ ഇട്ടില്ലേ, 2 കാലും ഇട്ടും. അപ്പൊ ഓരോരുത്തർക്ക് ഹൈറ്റ് അനുസരിച്ച് കാല് ഇറുക്കപ്പെടുന്നതിന്റെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുക്കാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ കൊടുക്കാട്ടോ. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുതിരയെ നമ്മൾ എടുക്കാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. അപ്പൊ നമുക്ക് ഇത് പിടിക്കേണ്ട ഒരു രീതി ഉണ്ട്. ഇത് പിടിക്കേണ്ട ഒരു രീതി എന്ന് ചോദിച്ചാൽ ഞാൻ 2 കയ്യിൽ പിടിച്ചേ, ഇതും പിടിച്ചേ, ഇതും 2 കയ്യിൽ പിടിക്കുക. 2 കയ്യിലാക്കിയിട്ട് പിടിക്കുക. 2 കയ്യിൽ പിടിക്കുക. അപ്പൊ ആദ്യം തന്നെ കുതിരപ്പുറത്ത് കയറുമ്പോ ഒരാൾക്കും ബാലൻസ് ഉണ്ടാവില്ല. നമ്മൾ സൈക്കിള് ചവിട്ടും പോലെ തന്നെ, 2 വീലർ ഓടിക്കും പോലെ തന്നെ, കാർ ഓടിക്കും പോലെ. അപ്പൊ നമ്മൾ ബാലൻസിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുതിരേനെ ഇങ്ങനെ പിടിച്ചിട്ട് നടത്താണ്. ആളെ മേലെ ഇരുത്തിയിട്ട് അവിടെ ഇരുന്നോളൂല്ലേ, പിടിച്ചിരുന്നോ സീറ്റേ. വീഴാൻ പോകും പോലെ തോന്നും, പക്ഷെ വീഴൂല. ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നടത്തും. കുതിരേനെയും ആളെയും ഇങ്ങനെ കുറച്ചു നേരം നടത്തും. ഇപ്പൊ വീഴാൻ പോലെ തോന്നണ്ട ചെറുതായിട്ട്. ഇനി ആ പേടിയും നമ്മളൊന്ന് മാറ്റിയെടുക്കാൻ നിൽക്കാം. എങ്ങനെയുണ്ട് ഇപ്പൊ? ആദ്യത്തെ പേടി പോയില്ലേ? എങ്കിലും ചെറിയൊരു പേടിയിലെ ഉള്ളില്ലേ, ആ പേടിയും കൂടെ നമ്മൾ പതിയെ കളയും. കുതിരേനെ ഇങ്ങനെ പിടിച്ച് നടക്കണം. ആള് അറിയാൻ പാടില്ലാത്ത ആളാണെങ്കിൽ നടക്കണം. ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഇതൊന്നും വേണ്ട. ഇതും പറഞ്ഞ കുതിര നല്ല സ്പീഡിൽ ഓടും. പഠിച്ചിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴും ചെറിയ പേടിയുണ്ട്. എന്നാലും നമ്മൾ ആ ചെറിയ പേടിയും കൂടെ നമ്മൾ മാറ്റാൻ പോകണില്ല. ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. ഓരോന്നും സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കണേ. അപ്പൊ ഓരോ വീഡിയോയും അടുത്ത സ്റ്റെപ്പ് എങ്ങനെ പഠിക്കണം, ഇനി റിക്കപ്പില് കാലെങ്ങനെ ചവിട്ടി ഇരിക്കണം, അതേപോലെ ഒരാളെങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കണം, ഇതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കും. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ബാലൻസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ പേടി മാറ്റി എന്താ എടുക്കണം. ഈ സീറ്റയിൽ ഇരുന്നിട്ട് കുതിര ചാടുമ്പോഴായാലും ഓടുമ്പോഴായാലും ഒന്ന് ഇളകുമ്പോഴായാലും നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പഠിപ്പിക്കണം. കുതിരയുടെ മേളിൽ കയറിയിട്ട്. അല്ലാതെ ആദ്യം ബിറ്റിടാൻ പഠിപ്പിക്കും, സീറ്റ് ഇടാൻ പഠിപ്പിക്കും, ഗ്രൂം ചെയ്യും. അപ്പൊ ഓരോന്നും നമ്മൾ പഠിപ്പിച്ചു തരും. ഓരോ വീഡിയോയിലായിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഓരോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ വേറൊരാളുടെ അടുത്ത് ട്രെയിനിങ്ങിന് പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നവർക്കും താല്പര്യമുള്ളവർക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇപ്പൊ എങ്ങനെയുണ്ട് ആ ബാലൻസ്? ചെറുതായിട്ട് പേടി മാറിയില്ലേ? ഇനി അടുത്ത ദിവസങ്ങളിൽ ആ പേടിയൊക്കെ മാറ്റി നമ്മള് 6 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൂട്ടും. ഇപ്പൊ ഇതിന് ഹെൽമെറ്റ് കൊടുത്തേ.